വിവിധ രാജ്യങ്ങളുടെ മേൽ അമേരിക്ക ഇടപെടുന്ന രീതി തുടരുകയാണ്. അന്യ രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ഒരു വേള യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കൻ രീതിയോട് ലോകത്താകെ ഒരു എതിർപ്പാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. ലോക മാധ്യമങ്ങളും ലോക നയതന്ത്ര വിദഗ്ധരുമൊക്കെ തന്നെ അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങളെ ശക്തമായി തന്നെ വിമർശിക്കുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നേരത്തെ തന്നെ സൃഷ്ടിച്ചത് അമേരിക്കയാണ്. തുടർന്ന് അതൊരു യുദ്ധമായി തന്നെ മാറുകയായിരുന്നു. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് എതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്ക എന്താണ് ഇങ്ങനെ, ഡൊണാൾഡ് ട്രംപ് എന്താണ് ഇങ്ങനെ? പണ്ട് ലോക പോലീസായിരുന്ന അമേരിക്കയ്ക്ക് ആ ഒരു സ്ഥാനം നഷ്ടമായതിനു ശേഷം മറ്റ് രാജ്യങ്ങളെ അധീനതയിലാക്കുന്ന രീതിയിലേക്ക് അമേരിക്ക പോകുന്നത് എന്തിനാണ് എന്നൊക്കെ തന്നെ ഇപ്പോൾ ലോകത്താകമാനം ചർച്ചകൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഉപരോധം ഏർപ്പെടുത്തി ബുദ്ധിമുട്ടിലാക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയെയാണ്. ക്യൂബ അല്ലെങ്കിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ക്യൂബയിൽ വികസനങ്ങളില്ല, ക്യൂബയിൽ പദ്ധതികളില്ല, ക്യൂബയ്ക്ക് സ്വന്തമായി ഉൽപ്പന്നങ്ങളില്ല. ഈ ക്യൂബയെ വീണ്ടും ഉപരോധത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ട്, ക്യൂബയെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ക്യൂബൻ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ക്യൂബൻ നേതാക്കൾ, ഭരണാധികാരികൾ ഇവരുടെയൊക്കെ വ്യക്തിപരമായ അവസ്ഥകളിൽ പോലും അമേരിക്ക ഇടപെടുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇത് ശരിയായ ഒരു രീതിയേ അല്ല. ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇറാഖ് കുവൈറ്റ് യുദ്ധമുണ്ടായപ്പോൾ ഇറാഖ് അധിനിവേശം, സദാം ഹുസൈൻ്റെ മരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ ഇടപെടൽ, മറ്റ് രാജ്യങ്ങൾക്ക് മേൽ കടന്നുകയറിയുള്ള അമേരിക്കയുടെ പല പല പ്രവൃത്തികൾ, ഗ്രീൻലാൻഡ് അടക്കമുള്ളവ പിടിച്ചെടുക്കുന്നതിനായി നടത്തുന്ന ശ്രമങ്ങൾ ഒക്കെ തന്നെ അമേരിക്കയെ വലിയ തോതിൽ ലോകത്തിന് മുന്നിൽ ഒരു നോട്ടപ്പുള്ളിയാക്കി മാറ്റിയിരിക്കുകയാണ്. പല രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരെ തിരിയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പശ്ചിമേഷ്യയിലെ ചോരക്കളിക്ക് പിന്നാലെ അമേരിക്കൻ അധിനിവേശം കടന്നു ചെന്നിരിക്കുന്നത് ഇപ്പോൾ ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കാനലിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അവിടുത്തെ വ്യക്തികൾക്കും പ്രധാന സ്ഥാപനങ്ങൾക്കും എതിരെയാണ്. അതീവ ഗുരുതരമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ ട്രഷറി വകുപ്പ്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സാമ്പത്തികമായും നയതന്ത്രപരമായും പൂർണ്ണമായി ശ്വാസം മുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കയുടെ ഈ പുതിയ നീക്കം എന്ന് വിദഗ്ധർ പറയുന്നു. പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കാനലിനെ മാത്രമല്ല അമേരിക്ക ഇത്തവണ ലക്ഷ്യമിട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യ ലിസ് ക്യൂസ്റ്റ പെരേസ, വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ കുടുംബത്തിലെ 2 പ്രമുഖ അംഗങ്ങൾ, ക്യൂബൻ വിപ്ലവ സായുധ സേനാ മന്ത്രാലയം എന്നിവരുൾപ്പെടെ 4 വ്യക്തികളെയും 5 പ്രമുഖ സ്ഥാപനങ്ങളെയുമാണ് അമേരിക്ക പുതുതായി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ക്യൂബൻ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ളവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനടക്കം കടുത്ത നിയന്ത്രണങ്ങൾ വരും. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പ്രതികരിച്ചത്. അമേരിക്കയുടേത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നടപടിയാണെന്നും ക്യൂബയ്ക്ക് മേലുള്ള അമേരിക്കയുടെ അനാവശ്യമായ കടന്നുകയറ്റങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ മനഃപൂർവ്വം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ ഇത്തരം എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തീർച്ചയായിട്ടും ഇത്തരം നയപരമായ തീരുമാനങ്ങൾ, അതായത് അമേരിക്ക എന്ന രാജ്യത്തിന്റെ നയപരമായ തീരുമാനങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് എതിരാകുമ്പോൾ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ അതിന് എതിരെ നിൽക്കുകയുള്ളൂ. യാതൊരു പ്രകോപനവുമില്ലാതെ, യാതൊരു തരത്തിലും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ, അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാകട്ടെ മറ്റേതെങ്കിലും ഭരണകൂടമാകട്ടെ, അവർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള നീക്കങ്ങളും നടപടികളും ഗുരുതരമായ വിഷയങ്ങളും അവിടുത്തെ ഭരണാധികാരികളുടെ, അവരുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അതിലൊക്കെ തന്നെ ഉപരോധം ഏർപ്പെടുത്തി അവരെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നത്, അവരെ വിമ്മിഷ്ടപ്പെടുത്തുന്നത് ഒക്കെ തന്നെ നയതന്ത്രപരമായ ഒരു നൈതികതയ്ക്ക് ചേർന്നതല്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു.